നൗ ക്വസ്റ്റ്യൻ നമ്പർ 28 നമുക്ക് നോക്കാം ഇത് എവിടെ നിന്നാണെന്നുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. നമുക്ക് അറ്റോമിക് സ്ട്രക്ചർ, ന്യൂക്ലിയസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിനകത്ത് അറ്റോമിക് സ്ട്രക്ചറിനകത്തു നിന്നും ന്യൂക്ലിയസിൻ്റെ അകത്തു നിന്നും ഒക്കെ ഒരു സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. The mass number of the nucleus having radius equal to half the radius of nucleus with mass number 192 is. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ റേഡിയസുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ R is equal to R0 into A raised to 1/3 എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം. R1 is equal to R0 into A1 whole raised to 1/3. R2 is equal to R0 into A2 raised to 1/3. അങ്ങനെയാണെങ്കിൽ R1 by R2 is equal to A1 by A2 whole raised to എന്ന് കൊടുക്കുക നമുക്ക് 1/3 എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന കണ്ടീഷനിൽ R1 by R2 ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടെന്ത്, ഈ കാണിച്ചിരിക്കുന്ന റേഡിയസ് മാസ് നമ്പർ ഓഫ് ദ ന്യൂക്ലിയസ് ഹാവിങ് റേഡിയസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ റേഡിയസ് ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ. അപ്പം ഈ കാണുന്ന 192 എന്താണ് മാസ്സുള്ള ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ പകുതിയാണ് നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. A1 is equal to 192 ഡിവൈഡ് ബൈ നമുക്ക് എന്ത് കൊടുത്തേക്കാം, 8 എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 124 എന്ന് കിട്ടും. ഓക്കെ, 24 എന്ന് കിട്ടും. കാരണം R1 R2, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാണിച്ചിരിക്കുന്ന R2ന് R1/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ 2 അപ്പുറത്തേക്കും ക്യൂബിനെ ക്യാൻസൽ ചെയ്യാൻ ക്യൂബ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് 8 is equal to A1/A2 എന്ന് കിട്ടും. A2 is it's you are supposed to get the value of എന്താണ് A1 ആണ് കണ്ടുപിടിക്കേണ്ടത്. So that it is equal to 192/8 ആണ് കിട്ടുക. So your answer will be 24. So the answer to the given question will be 24.